ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ സ്റ്റിച്ചിങ്ങും ബാക്കി കുറച്ച് കൊച്ചു കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ മെഷീന്. ഇത് മെഷീനിൽ ഇരിക്കുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്തതാണ്. എന്ന് ആൾ വരും അപ്പോൾ കൊടുക്കാനുള്ളതാണ്. അപ്പം നമുക്ക് അടുക്കളയിൽ കുറച്ച് പണികൾ കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സ്റ്റിച്ചിങ്ങിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് ഇന്ന് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് ഒരു ചുരിദാർ ടോപ്പാണ്. ഓപ്പണുള്ളൊരു ടോപ്പ്. ഇത് കുറേ ദിവസമായി ഇരിക്കണം. അപ്പോൾ ഇത് ഇതുവരെ തയ്ച്ചിട്ടില്ല. ഇതിലേക്ക് യെല്ലോ കളർ ലൈനിങ് കൊടുത്തോളാനാണ് ആൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ശരി, അത് തന്നെ കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാനൊരു വലിയ പ്രൊഫഷണൽ ടൈലറോ അല്ലെങ്കിൽ ഒരു ഡിസൈനറോ ഒന്നും അല്ല. എന്നാൽ അത്യാവശ്യം കുറച്ച് സ്റ്റിച്ച് ചെയ്യും. ഒരു ബിഗിനറാണ്. സ്റ്റിച്ച് ചെയ്ത് പുറത്തേക്കൊക്കെ അത്യാവശ്യം തയ്ച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ആണ്. അപ്പോൾ ഞാൻ കരുതി എൻ്റെ കുഞ്ഞു വർക്കുകളും സ്റ്റിച്ചിങ്ങും ഒക്കെ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാം. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ മുൻപും നമ്മൾ എംബ്രോയ്ഡറി വീഡിയോസൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ട്. എംബ്രോയ്ഡറി ക്ലാസ്സുകൾ ആദ്യമായിട്ട് നമുക്ക് ഓൺലൈനായിട്ട് അറിയാത്തവർക്ക് ആദ്യമായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോസിൽ കണ്ടിട്ട് പഠിക്കാൻ വേണ്ടി ഒരുപാട് എംബ്രോയ്ഡറി വീഡിയോസും സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ഞാൻ ഒരു വ്ളോഗ് പോലെ അല്ലെങ്കിൽ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഫുൾ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളായിട്ടുള്ള ഒരു വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. ഇനി മുതൽ അത്തരത്തിലുള്ള വീഡിയോ എന്തായാലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അയൺ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഏത് തുണിയാണെന്നുണ്ടെങ്കിലും കട്ട് ചെയ്യുന്നതിന് മുന്നേ അയൺ ചെയ്യണം കേട്ടോ. അയൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് നീറ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാനും ആ ഒരു പെർഫെക്ഷൻ ഉണ്ടാവും. നമ്മളിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈനിങ്ങിൽ മാർക്ക് ചെയ്തിട്ട് പിന്നെ മെയിൻ ക്ലോത്തിലേക്ക് ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷമാണ് മെയിൻ ക്ലോത്തിലേക്ക് കട്ട് ചെയ്യണത്. അതിന് ശേഷം അതാ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മെയിൻ ക്ലോത്തും. ഞങ്ങൾക്ക് ഇവിടെ കട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ടേബിളൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അതിനുള്ള സ്പേസും ഇല്ല. അതുകൊണ്ടാണ് നിലത്തിട്ടിട്ട് കട്ട് ചെയ്യണത് കേട്ടോ. നമ്മളുള്ള പരിമിതികൾ വെച്ചിട്ട് നമ്മൾ വർക്കുകൾ ചെയ്തിട്ട് മുന്നോട്ട് പോകുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ചുരിദാർ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓപ്പണുള്ള ഒരു ടോപ്പാണ്. താഴെ ബോട്ടം ഭാഗത്ത് ഒരു കര പോലെ വന്നിട്ടുണ്ട് വീതിയിൽ. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ചുരിദാർ. ആ ഒരു യെല്ലോ കളർ ഉള്ളിലെ ലൈനിങ് കാണുന്നുണ്ട്. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ കാണില്ല കേട്ടോ. അത് നമ്മളിങ്ങനെ നിവർത്തിയിടുമ്പോൾ നമുക്ക് എന്തായാലും അറിയാമല്ലോ. പക്ഷെ ഇട്ട് കഴിയുമ്പോൾ ഒരു ലൈനിങ്ങിന് പുറത്തേക്ക് അറിയണമൊന്നുമില്ല, കളർ മാറിയതുകൊണ്ട്. പക്ഷേ നമുക്ക് തന്ന ആളെന്തായാലും ആ യെല്ലോ കളർ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ നമ്മൾ അത് തന്നെ വെച്ച് കൊടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇനി ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ചാനൽസൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കമൻറ്റുകളൊക്കെ ഇട്ടിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക.